കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാള നാടകങ്ങൾക്ക് വേദിയൊരുങ്ങിയ നഗരമാണ് മുംബൈ. 80കളിലും 90കളിലും സജീവമായിരുന്ന മലയാള നാടകങ്ങളോട് മാറിയ കാലം മുഖം തിരിച്ചതോടെ വേദികൾ ഇല്ലാതായി. കഴിഞ്ഞ ദിവസം മഹാനഗരത്തിലെ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിച്ച ചടങ്ങ് ഇവരുടെയെല്ലാം ആദ്യകാല നാടകാനുഭവങ്ങൾ കേൾക്കാനുള്ള വേദി കൂടിയായി മാറി. മുംബൈയിൽ 4 പതിറ്റാണ്ടായി മലയാള നാടക രംഗത്ത് സജീവമായിരുന്ന അഭിനേതാക്കളെ നീലാംബരി സാംസ്കാരിക വേദി ആദരിച്ചു. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി 1000-ലധികം വേദികളിൽ നിറഞ്ഞാടിയ അഭിനേതാക്കൾക്ക് ഇത് ധന്യമുഹൂർത്തമായി. കുടുംബത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് നാടകരംഗത്ത് സജീവമാകാൻ കഴിഞ്ഞതെന്ന് സുമാ മുകുന്ദൻ പറയുന്നു. ഇന്ന് ബോളിവുഡിൽ വരെ അഭിനയിക്കാനായത് നാടക നടിയെന്ന മേൽവിലാസമായിരുന്നു. നഷ്ടപ്പെട്ട് പോയത് വീണ്ടെടുക്കാൻ ഇത്രയും പ്രായമുള്ള ഞങ്ങളൊക്കെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സുമാ മുകുന്ദനോടൊപ്പം 70ഓളം നാടകങ്ങളിൽ അഭിനയിച്ചുള്ള രാജേന്ദ്രൻ പടിയൂർ ഒരു കാലത്ത് അരങ്ങുവാണിരുന്ന അഭിനേതാവാണ്. ഈ 2-2.5 കൊല്ലത്തെ ഈ ലോക്ക്ഡൌണോട് കൂടിയിട്ട് നാടകമൊക്കെ ഏറെക്കുറെ ബോംബെയിൽ നിന്ന പോലെ. മുംബൈയിൽ അംഗീകാരങ്ങൾ കിട്ടാത്തവരാണ് നാടക പ്രവർത്തകരെന്ന് നടനും രചയിതാവും സംവിധായകനുമായ രാജൻ തെക്കുമല പറയുന്നു. അവാർഡ് കിട്ടാത്ത ആൾക്കാർ മുമ്പിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൂടുതലും നാടകരംഗത്താണ്. ഞാനും നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണല്ലോ. ഇനിയുള്ള വർഷങ്ങളിലും ഇതെന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കോവിഡിന് ശേഷമാണ് മുംബൈയിലെ മലയാള നാടകങ്ങൾ അരങ്ങൊഴിഞ്ഞത്. ശക്തമായ ഈ മാധ്യമത്തെ വേദികളിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് നീലാംബരി സാംസ്കാരിക വേദി കൺവീനർ ജ്യോതി നമ്പ്യാർ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിന് ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേര് നാടകത്തിനോടുള്ള അവർക്കുള്ള ആത്മാർത്ഥതയും കുറിച്ച് പറഞ്ഞപ്പോൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണ് മുംബൈയിലെ മലയാള നാടകങ്ങൾക്ക് സംഭവിച്ച അപജയമെന്നാണ് സാമൂഹ്യ പ്രവർത്തകയും നാടക കലാകാരി കൂടിയായ അഡ്വക്കേറ്റ് പ്രേമാമേനോൻ ചൂണ്ടിക്കാട്ടിയത്. ഒരുപാട് നല്ല നാടക പ്രവർത്തകർ മുംബൈ സംഭാവന ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവർ പുതുതലമുറയെ സ്വീകരിക്കുന്നവരുമാണ്. പിന്നെ എവിടെയാണ് നമ്മുടെ പുതുതലമുറ നാടകരംഗത്തേക്ക് വരാത്തതെന്ന് ചിന്തിച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. യാദൃശ്ചികമായിട്ടായിരുന്നു ഉഷാ നായർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഉഷാ നായർ അറിയാതെ വിതുമ്പി. എനിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ടായി. എനിക്ക് അറ്റാക്ക് വന്നു. ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് നാടക പ്രവർത്തകരെ കൂടാതെ മുംബൈയിലെ സാമൂഹ്യ രംഗങ്ങളിൽ മികച്ച സേവനങ്ങൾ നൽകിയ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.